പുതിയങ്ങാടി നേർച്ചയുടെ ചരിത്രം നമ്മൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയുന്നവരിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ്. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി തരാട്ടോ, നമ്മൾ തിരുത്താനും തയ്യാറാണ്. ഒരുപാട് പേർക്ക് സംശയം നിറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് എന്തിനാണ് ഈ കൊടി വാങ്ങി വരുന്നത് എന്നുള്ളത്, അതിൻ്റെ റീസൺ എന്താണെന്ന്. അതൊക്കെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ മറക്കരുത്. 17-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു സമയത്താണ് ആർക്കട് എന്ന ഗ്രാമത്തിൽ നിന്നും പുതിയങ്ങാടിയിലേക്ക് സഞ്ചാരിയും ആത്മീയതനുമായിട്ടുള്ള ഔലിയ യാഹുന്തങ്ങൾ പാപ്പ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ജാതിയും മതവും പറഞ്ഞ് ഭിന്നത നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിനിടയിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ കടന്നുവരവ്. നമ്മുടെ നാട്ടിൽ നിന്നിരുന്ന ഭിന്നതയെ മാറ്റിമറിച്ച് സ്നേഹം കൊണ്ട് മതത്തെയും അതുപോലെ ജാതിയെയും മാറ്റിമറിച്ച് ഒരു മതസൗഹാർദ്ദം കെട്ടിപ്പടുത്തുകയായിരുന്നു അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യം. നമ്മുടെ നാടുകളിൽ മതസൗഹാർദ്ദത്തിന് പ്രധാന പങ്ക് വഹിച്ചെങ്കിൽ അതിന് അടിത്തറയിട്ട ഒരാളും കൂടിയായിരുന്നു നമ്മുടെ ഔലിയ യാഹുന്തങ്ങൾ പാപ്പ. യാത്രകളെ ഇഷ്ടപ്പെട്ട അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് മധുരങ്ങൾ കൊണ്ടുവരുമായിരുന്നു. കുട്ടികളെ വളരെയധികം ഇഷ്ടമുള്ള അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആ മധുരം കൊണ്ടുവരുന്നത്. ഇന്ന് അദ്ദേഹത്തിനുള്ള ആദരസൂചകമായി വഴിപാട് പോലെ നമ്മൾ പഴങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മരണകാലഘട്ടങ്ങളിലായിരുന്നു വടക്കേയങ്ങാടിയും തെക്കേയങ്ങാടിയും എന്ന രീതിയിൽ രണ്ട് വിഭാഗമായി മാറി ചേരി തിരിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം തെക്കേ അങ്ങാടിക്കാരുടെ ഭാഗത്തായിരുന്നു അദ്ദേഹത്തിന് മറവ് ചെയ്തിരുന്നത്. വഴക്ക് കാരണം രാത്രി തന്നെ വടക്കേ അങ്ങാടിക്കാർ അദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി മറവ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് സ്ഥലങ്ങളിലായിങ്ങാണ്ട് വടക്കേ അങ്ങാടിയിലും തെക്കേ അങ്ങാടിയിലും അദ്ദേഹത്തിന്റെ മക്ബറയുണ്ട്. ഈ രണ്ട് അങ്ങാടിയിലെ കാരണവന്മാരുടെ സ്വപ്നത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി നിങ്ങൾ ശണ്ട കൂടരുത്, നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ശണ്ട അവിടെ അവസാനിപ്പിച്ചതായിട്ട് ഐതിഹ്യത്തിൽ പറയുന്നത്. അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് വൈസ്രോയി അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി മകരമാസത്തിൽ നടന്നിരുന്ന കൊയ്ത്തുത്സവം, ധാന്യങ്ങൾ നിറഞ്ഞിട്ടുള്ള കൊയ്ത്തുത്സവം അദ്ദേഹത്തിനു വേണ്ടി നേർച്ചയാക്കി മാറ്റുകയായിരുന്നു. ഇതിനൊരു പ്രോപ്പർ ബേസിക് കൊണ്ടുവന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ 1911 2000 കാലഘട്ടം വരെ ഇത് നടത്തിയിരുന്നത് നാലകത്ത് കുടുംബത്തിനായിരുന്നു ഇതിന്റെ അവകാശം. ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം രൂപീകരിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. കച്ചേരിപ്പടിയിൽ നിന്ന് കൊടുത്തിരുന്ന കൊടി പിന്നീട് ഉയർന്ന ഉദ്യോഗസ്ഥൻ കൊടുക്കണമെന്നാക്കി. പണ്ട് കാലഘട്ടങ്ങളിൽ SI, CI, ഇന്ന് DYSPയുടെ കയ്യിൽ നിന്നാണ് നമുക്ക് ആ കൊടി ഏറ്റുവാങ്ങേണ്ടത്. പോലീസ് അകമ്പടിയോടുകൂടിയാണ് വരവ് വരേണ്ടത്. അത് അതിന്റെ നടപടിക്രമമായിട്ട് ഇന്നും ആചരിച്ചു വരുന്നു. ചെറിയ കൊടിയേറ്റത്തിന്റെ അവകാശം ഹൈന്ദവ ഫാമിലി ആയിട്ടുള്ള അമ്പാട് തറവാടിനാണ്. വലിയ കൊടിയേറ്റത്തിന്റെ അവകാശം പൂക്കയുള്ള മുണ്ടേക്കാട് തൊട്ടിയിൽ എന്ന തറവാടിനാണ്. അതുപോലെ ഈ കൊടി കൊണ്ടുപോകാനുള്ള അവകാശം തച്ചപറമ്പിൽ ഫാമിലിക്കാണ്. ആലത്തിയൂരുള്ള നമ്പീശന്മാരാണ് കൊടിക്ക് വേണ്ടിയുള്ള മുള ചെയ്യേണ്ടത്. മാങ്ങാട്ടിലുള്ള ആവാം ഫാമിലിക്കാണ് ഇതിന്റെ വിളംബരം നടത്താനുള്ള അവകാശം. മതസൗഹാർദ്ദത്തിന്റെ ഒരു വലിയ കെട്ടുറപ്പാണ് ഈ ഒരു നേർച്ചയിലൂടെ നമുക്ക് മുന്നിൽ കാണപ്പെടുന്നത്. അത് ഇന്നും ആചരിച്ചു വരുന്നു. ഏകദേശം 172ഓളം നേർച്ച നടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.